പത്തനംതിട്ട കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇമെയിൽ സന്ദേശം ലഭിച്ചു. പോലീസ് പരിശോധന നടത്തുന്നു. തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് ഇമെയിൽ വരുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, തുടർച്ചയായ മൂന്നാം തവണയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അത് തന്നെയാണ്. അതായത് ഈ അടുത്തിടെയായിട്ട് തുടർച്ചയായിട്ട് ഈ രീതിയിൽ ഭീഷണി സന്ദേശം പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഇമെയിൽ മുഖേന വീണ്ടും ഒരു ബോംബ് ഭീഷണി സന്ദേശം പത്തനംതിട്ട കളക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. അതിന് പ്രകാരം ഇപ്പോൾ പോലീസിൽ വിവരം അറിയിച്ചു കളക്ടറേറ്റ് അധികൃതർ. അതിനുശേഷം ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയാണ്. കഴിഞ്ഞ തവണയും ഒക്കെ തന്നെ ഇത്തരത്തിൽ വലിയ പരിശോധനകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ പോലും ആ ഭീഷണികളൊക്കെ വ്യാജമാണെന്ന് തെളിയുകയായിരുന്നു. ഏതായാലും ഈ ഭീഷണിയും ആ രീതിയിൽ തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അധികൃതരിൽ നിന്നും പ്രാഥമികമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സന്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ നടപടികളും ആരംഭിച്ചിട്ടുള്ളതായിട്ട് ജില്ലാ പോലീസ് അറിയിച്ചിട്ടുണ്ട്. യെസ്, പത്തനംതിട്ട കളക്ടറേറ്റിൽ വീണ്ടും ബോംബ് ഭീഷണി. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇമെയിൽ സന്ദേശം വഴിയാണ് ലഭിച്ചത്. പോലീസ് പരിശോധന തുടരുകയാണ്. വിവരം നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.